السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സഹോദരികളെ, സൂറത്തുൽ കഹ്ഫിലെ ഏറ്റവും അവസാനത്തെ ആയത്തുകളാണ് ഇനി നമുക്ക് പാരായണം ചെയ്യാനും പഠനവിധേയമാക്കാനുമുള്ളത്. ഇന്നത്തതോടുകൂടി ഈ അധ്യായം നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാതി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ. തൊട്ടു മുമ്പത്തെ ആയത്തുകളിൽ അവിശ്വാസികളെ സംബന്ധിച്ച് അള്ളാഹുവിനെ കളവാക്കിയ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയും വചനങ്ങളെയും പുച്ഛിച്ചു തള്ളിയ, അള്ളാഹുവിന്റെ ദൂതന്മാരെ പരിഹസിച്ച, അതേ പ്രകാരം തന്നെ അള്ളാഹുവിന്റെ ദീനിനെ തന്റെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ചെയ്ത് ദീൻ കേടുവരുത്തിയ ആളുകൾ, അവർക്കുണ്ടാകാൻ പോകുന്ന ശിക്ഷയെ സംബന്ധിച്ചാണ് മുൻ വചനങ്ങളിൽ പറഞ്ഞത്. സ്വാഭാവികമായും അതിനുശേഷം ഖുർആനിൽ അല്ലാഹു സ്വീകരിച്ചു പോന്നിരിക്കുന്ന ഒരു രീതി അനുസരിച്ച് എവിടെ ഒരു താക്കീത് വന്നിട്ടുണ്ടോ ഉടനെ തന്നെ ഒരു സുവിശേഷം അതിനെ തുടർന്നുകൊണ്ട് പറയാറുണ്ട്. എവിടെയാണോ ഒരു സുവിശേഷം പറയുന്നത് തുടർന്ന് ഒരു താക്കീത് വരാറുണ്ട്. എവിടെ സ്വർഗത്തെ സംബന്ധിച്ച് പരാമർശമുണ്ടോ തുടർന്ന് നരകത്തെ സംബന്ധിച്ചുള്ള ഒരു പരാമർശം വരാറുണ്ട്. ഇത് ഖുർആനിൽ അല്ലാഹു സ്വീകരിച്ചു വരുന്ന ഒരു രീതിയായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തുടർന്നുകൊണ്ട് അല്ലാഹു പറഞ്ഞത് ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. എന്നാൽ ശരിയായ ഈമാൻ ഉൾക്കൊണ്ടിട്ടുള്ള ആളുകൾ, ഇന്നല്ലദീന ആമനു, ഈമാൻ എന്ന് പറയുന്നത് വെറുതെ അങ്ങ് ഉണ്ടാവുന്നൊരു കാര്യമല്ല. ഈമാൻ
സ്വാഭാവികമായും ഒരു മനുഷ്യന്റെ സത്യസന്ധതയ്ക്കുള്ള ഒരു പ്രതിഫലമായിട്ട് അള്ളാഹു അവന് കൊടുക്കുന്ന ഒരു ബോധ്യമാണ്. ജീവിതത്തിൽ സത്യസന്ധത പുലർത്തി, സത്യം ഉൾക്കൊള്ളാനും അതിന്റെ തനത് രൂപത്തിൽ നിലനിർത്താനും വേണ്ടി അയാൾ പരിശ്രമിച്ചു. വളരെ തുച്ഛമായ ഭൗതിക നേട്ടത്തിന് വേണ്ടി സത്യത്തിന് ബലി നൽകാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറായില്ല. അങ്ങനെയുള്ള ആളുകൾ സ്വാഭാവികമായും അവരുടെ ആ നിലപാട് അവരെ സത്യാന്വേഷികളാക്കി തീർക്കുന്നു. ഈ അന്വേഷണം, ഈ ഒരു നിലപാട്, ഈ ഒരു അന്വേഷണ ത്വര നിലനിർത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവനെ അള്ളാഹു വെറുതെ വിടില്ല. അവൻ അള്ളാഹു നേർവഴി കാണിച്ചു കൊടുക്കും. അത് അറിവിലൂടെ, ബോധ്യത്തിലൂടെ, വിശ്വാസത്തിലൂടെ, യഖീനിലൂടെ അവന് വളരാൻ അള്ളാഹു അനുവാദം കൊടുക്കുക, അവസരം കൊടുക്കുക എന്നുള്ളതാണ്. മറ്റുള്ള ആളുകൾ ജീവിതത്തിൽ ഇത്തരം ഒരു സത്യത്തെ സംബന്ധിച്ച് സത്യത്തോട് ഇത്തരം ഒരു സമീപനമില്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് സത്യത്തിന് അവർ വലിയ വില കൽപ്പിക്കുന്നില്ല. അവർ ശരിയായി സത്യം അന്വേഷിക്കുന്നവരല്ല. സത്യം അവർക്ക് വേണമെന്ന് പറയും, പക്ഷെ അവരുടെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഭൗതികമായ നേട്ടങ്ങൾക്ക് എതിരാകുന്നില്ലെങ്കിൽ മാത്രം. അങ്ങനെ പലരെയും നമ്മൾ കാണാറുള്ളതാണ്. ജീവിതത്തിലെ എത്ര ആളുകളെ, എന്തെല്ലാം സ്വഭാവക്കാരെ നമ്മൾ കണ്ടു. അവര് വലിയ സത്യത്തിന്റെ വക്താക്കളായിട്ട് രംഗത്ത് വരും. അവരുടെ മനസ്സിലുള്ളത് അവരുടെ ഭൗതികമായ ചില താല്പര്യങ്ങൾ, നേട്ടങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു. വേറെ ചില ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്, സത്യത്തോട് അവർക്ക് വലിയ പ്രതിബദ്ധത അവർ കാണിക്കും, പക്ഷെ അവരുടെ ഭൗതികമായ താല്പര്യങ്ങൾക്ക്, ഭൗതികമായ നേട്ടങ്ങൾക്ക് എതിരാവാത്തിടത്തോളം കാലം. ഇതൊന്നുമല്ല സത്യത്തോടുണ്ടായിരിക്കേണ്ട നിലപാട്. സത്യത്തെ ഒരാൾ സ്നേഹിക്കുന്നത്, സത്യത്തെ ഒരാൾ പിന്തുണക്കുന്നത് അത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. മറ്റ് നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല. അള്ളാന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം, അവന്റെ സ്വർഗത്തിൽ പ്രവേശിക്കണം, അവനെ കാണാനുള്ള മഹാഭാഗ്യമുണ്ടാവണം. ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളെ അയാൾക്കുള്ളൂ. അതിനുവേണ്ടി ഇനി ദുനിയാവ് മുഴുവൻ നഷ്ടപ്പെടേണ്ടി വന്നാലും അയാൾക്കൊരു പ്രശ്നമല്ല. അവിടെയാണ് പ്രശ്നം. അത്രത്തോളം സത്യവുമായി മുന്നോട്ട് പോകാൻ ആളുകൾ ഉണ്ടാവില്ല. അപ്പോ കുന്തം ചരിച്ചിട്ടിട്ട് അളക്കുന്നത് കാണാം. അതുവരെ കുന്തം നാട്ടിവെച്ച് അളക്കണം എന്ന് പറഞ്ഞ ആളുകളൊക്കെ പിന്നെ കുന്തം ചെരിച്ചു വെച്ചേക്ക് എന്ന് പറയും. സത്യത്തോടുള്ള ആളുകളുടെ ഈ പ്രതിബദ്ധതയും കടപ്പാടും ഒക്കെ അത്തരം സന്ദർഭങ്ങളിൽ കാണാം. മറിച്ച് സത്യത്തിന് മറ്റെന്തിനേക്കാളും വലിയ പരിഗണന സത്യത്തിന് കൊടുത്തു. അതിനുവേണ്ടി ദുനിയാവ് മുഴുവൻ നഷ്ടപ്പെടേണ്ടി വന്നാലും സത്യം മുറുകെ പിടിക്കും. അത് തൊള്ളോണ്ട് പറഞ്ഞാൽ പോരാ, അത് ജീവിതത്തിന്റെ ഒരു നിലപാടായി, അത് ജീവിതമായി ഒരാൾക്ക് പുലർത്താൻ കഴിയണം. അപ്പോൾ സ്വാഭാവികമായും അള്ളാഹു അയാൾക്ക് ചില കാര്യങ്ങൾ അറിവ് കൊടുക്കും. അതുവരെ അയാൾ പല കാര്യങ്ങളെക്കുറിച്ചും അയാൾക്ക് ഇൻഫർമേഷനാണ്, വിവരങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. ആ ഇൻഫർമേഷൻ മാറി, അറിവ് മാറി, വിവരം മാറി, പിന്നീട് അതൊരു ജ്ഞാനമായി, അറിവായി, ബോധ്യമായി, വിജ്ഞാനമായി, യഖീനായി, ഈമാനായി, യഖീനായി അങ്ങനെ വളർന്നു പോകും. അങ്ങനെ ഈമാൻ ഉൾക്കൊള്ളണം.
അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. ഒരാൾക്ക് അള്ളാഹ് ഖൈർ ഉദ്ദേശിച്ചാൽ ദീനിൽ അയാൾക്ക് അള്ളാഹു ഫിഖ്ഹ് നൽകുക ചെയ്യുക. മതപരമായ കാര്യങ്ങളിൽ അള്ളാഹിനെ കുറിച്ച്, അവന്റെ ദീനിനെ കുറിച്ച്, അവന്റെ ദൂതന്മാരെ കുറിച്ച് അയാൾക്ക് അള്ളാഹു അറിവ് നൽകും. മറ്റേത് അതിന്റെ മുമ്പ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് കുറെ വിവരങ്ങളായിരിക്കും, ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിരിക്കും. മുഹമ്മദ് പുള്ളിക്കാരനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അദ്ദേഹം അങ്ങ് മക്കായിൽ വന്ന ആളല്ലയോ, അതെ, അങ്ങനെ മക്കായിൽ വന്ന പുള്ളിക്കാരനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അള്ളാഹെ കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കേട്ട, ഒത്തിരി മനസ്സിലാക്കിയ കുറെ മഹാന്മാരൊക്കെ ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് കാര്യമല്ല. അതൊക്കെ വിവരങ്ങളാണ്, ഇൻഫർമേഷൻസ് ആണ്. അത് എവിടുന്നും കിട്ടും. അത് ഗൂഗിൾ ചെയ്താൽ കിട്ടും, അത് ബുക്കുകളിൽ കിട്ടും, ലൈബ്രറിയിൽ നിന്ന് കിട്ടും, ആളുകളോട് സംസാരിച്ചാൽ കിട്ടും. പക്ഷെ അത് അറിവാകണമെങ്കിൽ അത് നമ്മളെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അത് നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അത് നമ്മുടെ മൈൻഡുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. മറ്റേ നമ്മുടെ ഹെഡുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. മസ്തിഷ്കത്തിൽ വരും. ഇതല്ല, അത് മനസ്സിൽ അത് കയറി ഇറങ്ങിയിട്ട് വേണം. അങ്ങനെ ശരിയായ ഈമാൻ ഉൾക്കൊണ്ടിട്ടുള്ള ആളുകൾ, ഈമാൻ ഉൾക്കൊണ്ടാൽ ആ ഈമാനിന്റെ ഭാഗം തന്നെയാണ് അമലു സ്വാലിഹാത്ത്. അത് പ്രത്യേക പരാമർശം എടുക്കാൻ പ്രത്യേകം അല്ലാഹ് പരാമർശിക്കുന്നത്. ഈമാൻ എന്ന് പറയുമ്പോൾ പലരും വിചാരിച്ചു പോകും അത് ഒരുത്തന്റെ മനസ്സിലുള്ള കുറച്ച് വിവരങ്ങളാണ്. അല്ല, അത് അറിവ് തന്നെയാണ്. ആ അറിവാകുന്നത്, അത് അറിവാണ് എന്നതിന്റെ തെളിവ് അയാളുടെ ജീവിതത്തിൽ, വാക്കുകളിൽ, അയാളുടെ സമീപനങ്ങളിൽ, അയാളുടെ ചിന്തകളിൽ, അയാളുടെ വാക്കുകളിൽ, അയാളുടെ പ്രവർത്തനങ്ങളിൽ ഒക്കെ അതിന്റെ തെളിയും. അത് കാട്ടിക്കൂട്ടലല്ല. മറ്റുള്ളവരുടെ മുമ്പാകെ ഞാൻ അതിന്റെ ആളാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി കാണിക്കുന്ന കാപ്പട്യമല്ല, കപടമല്ല, ആ പ്രകടനപരതയല്ല. അത് വേറെ കാര്യമാണ്. ഇവിടെ പലർക്കും ഓരോരുത്തരെ കാണിക്കണം. അയാൾ കാണിക്കുന്നില്ല. കാണിക്കണം, പ്രകടിപ്പിക്കണം, പ്രദർശിപ്പിക്കണം. അതിങ്ങനെ കണ്ടാൽ തന്നെ തിരിയണം. അങ്ങനെ കണ്ടാൽ തിരിയേണ്ട കോലം അത് ഇല്ല ഇതില്. അത് അള്ളാഹ്ക്ക് അറിയാം, അള്ളാഹ്ക്ക് വേണ്ടിയാ ചെയ്യുന്നത്. അതുകൊണ്ട് വേറൊരാളെ മുന്നിലും കാണിക്കേണ്ടതില്ല. വേറൊരാൾക്ക് വേണ്ടി ചെയ്താൽ കഴിഞ്ഞു. അള്ളാഹ്ക്ക് വേണ്ടി അത് അള്ളാഹ്ക്കാ മനസ്സിലാവും, വേറുള്ളൊന്നും തിരിയില്ല. അതുകൊണ്ട് തന്നെ പഴയ കാലത്തെ മുവഹ്ഹിദീങ്ങളായ മുത്തഖീങ്ങളായ ആൾക്കാരെ അവരെ നോക്കിയാൽ തിരിയില്ല, മനസ്സിലാവില്ല. എത്ര മഹാന്മാരായിട്ടുള്ള മുത്തഖീങ്ങളായ ആൾക്കാരുടെ ജീവിത ചരിത്രങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കി. അവര് ജീവിക്കുന്നിടത്ത് പലപ്പോഴും അവരാരാന്ന് പോലും അറിയില്ല. ഒരു പള്ളിയിലേക്ക് അവർ സ്ഥിരമായിട്ട് നിസ്കരിക്കാൻ പോവുകയാണെങ്കിൽ ആ ഒരു വഴിയിലൂടെ അങ്ങനെ അവർ പോകുമ്പോൾ അവരെ ശ്രദ്ധിക്കും ആളുകൾ. ഏതൊരു വ്യക്തി അയാൾ സ്ഥിരം പള്ളിയിലേക്ക് കയറുന്നുണ്ടല്ലോ, പോണുണ്ടല്ലോ, അയാൾ ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് കണ്ടാൽ അയാൾ വഴി മാറും, വേറെ വഴിയിലൂടെ പോകും, അല്ലെങ്കിൽ പള്ളിയൊന്നും മാറും. കാരണം ഈ ശുഹ്റത്ത് അവർ ഭയപ്പെട്ടിരുന്നു. ഇന്നങ്ങനെയല്ല. ഇന്ന് പോകുന്നുണ്ടെങ്കിൽ 4 ആളെ അറിയിച്ച് കപ്പ് വാങ്ങിയിട്ട് വേണം പോകാൻ. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇന്നെല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അതുകൊണ്ടാണ് പറയപ്പെട്ടത് ഒരു മുഅ്മിൻ അവസാന കാലത്ത്, ഒരു ശരിയായ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ജീഫത്തിനെ പോലെ, ഒരു ചീഞ്ഞു നാറുന്ന ഡെഡ് ബോഡി, ഒരു ശവശരീരം, അതിനെപ്പോലെ വിലകെട്ടവനായിരിക്കും. കാരണം അവന് രാഷ്ട്രീയ സ്വാധീനമല്ല, അവന്റെ അടുക്കൽ അധികാരമല്ല, അവന് പൈസക്കാരനല്ല, അവൻ പ്രമാണിയല്ല. അവന്റെ അടുത്തുള്ളത് ദുന്യാവിലുള്ള ആർക്കും മനസ്സിലാകാത്ത കാര്യമാണ്.
അവന്റെ അടുക്കലുള്ളത് ദുന്യാവിലുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ കാര്യമല്ലാതെ അള്ളാഹ്ക്ക് മനസ്സിലാക്കാൻ അള്ളാന്റെ അടുക്കൽ സ്വീകാര്യമാകാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അതുകൊണ്ട് അവനൊരു വിലയുണ്ടാവില്ല. അശ്അസ് അഗ്ബർ മദ്ഫൂഅൽ ബാബ് ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. കണ്ടാൽ 5 കാശിനില്ല, മുടി താടിയൊക്കെ കണ്ടാൽ ജട കുത്തിയിട്ടുള്ള ഒരാള്, കയ്യും കാലും കണ്ടാൽ പൊടി പുരണ്ട ഒരാള്, എവിടെ ചെന്നാലും അയാൾക്ക് പ്രാമാണ്യല്ല. മദ്ഫൂഉൽ ബാബ്, ഇങ്ങോട്ട് കയറണ്ട, അല്ലെങ്കിൽ ആള് പറഞ്ഞ സ്വീകരിക്കൂല. ഇപ്പൊ ചില ആൾക്കാർക്ക് അവരുടെ പ്രാമാണ്യം, അവരെ വേണ്ടപ്പെട്ടവനാണ്, എല്ലാവർക്കും വേണ്ടവനാണ്, എല്ലാവരും സ്വീകരിക്കണവനാണ്. അത് ദുന്യാവിലല്ലേ, അത് ദുന്യാവിന്റെ കാര്യമാണ്. ദീനിന്റെ കാര്യം അതല്ല. എല്ലാവർക്കും വേണ്ടപ്പെട്ടവനും എല്ലാവർക്കും സ്വീകാര്യനും അത് ദീന്റെ കാര്യമല്ല, അത് ദുന്യാവിന്റെ കാര്യം. അങ്ങനെ കുറച്ച് പൈസ ഉണ്ടായാൽ മതി. ആ പൈസ, ഒരാളെ കയ്യിൽ പൈസ ഉണ്ട്, അതാൾ കൊടുത്തോളന്ന് പോലുമില്ല, കൊടുക്കുന്നു വരുത്തിയാൽ മതി. എന്നാല് അതിന്റെ പിന്നാലെ ഇങ്ങനെ നാവണച്ച് നടക്കാൻ ഒരുപാട് ആൾക്കാരെ കിട്ടും. എന്നാൽ അള്ളാന്റെ അടുക്കലുള്ള ആൾക്കാർ അങ്ങനെയല്ല. അള്ളാന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അശ്അസ് അഗ്ബർ മദ്ഫൂഅൽ ബാബ് ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. അവരല്ലാഹനോട് ചോദിക്കേണ്ട മാതിരി ചോദിച്ചാൽ അള്ളാഹ് അത് പൂർത്തീകരിച്ചു കൊടുക്കും. ഏതായിരുന്നാലും അങ്ങനെ ഈമാൻ ഉൾക്കൊണ്ട ആളുകൾ, സുകൃതം ചെയ്തിട്ടുള്ള ആളുകൾ, കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസ് നുസുല, അവർക്കുള്ളത് ഫിർദൗസാണ്. ജന്നാത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗത്തോപ്പുകളാണ്. അതിൽ തന്നെ ഫിർദൗസ് എന്നുള്ളത് ഹദീസിൽ വന്നു. നിങ്ങൾ അള്ളാഹിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ഫസ്സലുല്ലാഹൽ ഫിർദൗസ്, നിങ്ങൾ ഫിർദൗസ് തന്നെ ചോദിച്ചോ കേട്ടോ. ഫഇന്നഹ അലൽ ജന്ന വന്നഹ വസത്തുൽ ജന്ന, അത് സ്വർഗത്തിന്റെ ഏറ്റവും ഉയരം കൂടി ഏറ്റവും ഉയർന്ന സ്ഥലത്തുള്ളതാണ്. സ്വർഗത്തിന്റെ മധ്യഭാഗമാണ്, സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ്. അതിന്റെ ആ ഫിർദൗസിന്റെ മുകളിലാണ് അർശുർ റഹ്മാൻ, അള്ളാന്റെ അർശ്. സ്വർഗത്തിൽ അതിലും അതിനേക്കാൾ നല്ല ഒന്നും വേറില്ല. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ ഏറ്റവും നല്ല ഭാഗം, ഏറ്റവും ഉന്നതമായ ഭാഗം, ഏറ്റവും മഹനീയമായ ഭാഗം അഥവാ ഫിർദൗസ് തന്നെ ചോദിക്കുക എന്ന് റസൂലുള്ളാഹി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇത്തരക്കാരായ ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചത് കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല, അവർക്ക് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സദ്യ നുസുല്, അവർക്കൊരുക്കി വെച്ചിരിക്കുന്നത് ജന്നാത്ത്, സ്വർഗീയ ആരാമങ്ങളിലെ തന്നെ അതിവിശിഷ്ടമായ, ഏറ്റവും ഉന്നതമായ, ഏറ്റവും മഹത്തരമായ, സ്വർഗത്തിന്റെ മധ്യസ്ഥാനമായ, ഏറ്റവും ഉയർന്ന സ്ഥാനമായ, അതിനു മീതെ റഹ്മാന്റെ അർശാണുള്ളത്. ആ ഫിർദൗസ് അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു നുസുല, സദ്യയായിട്ട്. ദുന്യാവില് ചവിട്ടി മതിക്കപ്പെട്ടതിന് എല്ലാം പകരം അവിടെ അത് മതി. ദുന്യാവെല്ലാം കിട്ടി, ഇത് കിട്ടിയില്ല. ദുന്യാവ് എല്ലാം നഷ്ടപ്പെട്ടു, ഇത് കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. ദുനിയാവിന് അത്രയുള്ള വിലയുള്ളൂ, ദുനിയാവിന് അത്രയുള്ള വിലയുള്ളൂ. ദുനിയാവ് കണ്ടിട്ട് ഇങ്ങനെ വല്ലാതെ ഉൾപ്പുളകം കൊള്ളുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. ഇത് അള്ളാഹ് പരീക്ഷണത്തിന് വേണ്ടിയിട്ട് തൽക്കാലം ഇങ്ങനെ മിന്നണതാണ്. ഇതുണ്ടല്ലോ, ഒരു ഈർക്കിളി എടുക്കുക, ഈർക്കിളിയുടെ അറ്റത്ത് ലേശം ഒന്ന് തീ കൊടുക്കുക. എന്നിട്ട് അതിങ്ങനെ വട്ടം ചുറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്ന ആൾക്ക് തോന്നും വലിയൊരു തീഗോളാണ്. ആളിങ്ങനെ ചുറ്റും, ഒന്നുമില്ല. അതാ ഈർക്കിളിയുടെ അറ്റത്ത് ചെറിയ ഒരു തീയിന്റെ ചെറിയ ഒരു ശിഖരം മാത്രമേ ഉള്ളൂ. അതിങ്ങനെ ചുറ്റണ സമയത്ത് വലിയൊരു തീഗോളായിട്ടാ തോന്നുക. അതാണ് ദുന്യാവ്, അങ്ങനെ തോന്നും. പക്ഷെ അതാണ് കെടും, ഏത് നിമിഷവും കട കിട്ടിയ അതേ വഴിക്ക് തിരിച്ചു പോകാന്നുള്ളത് ഈ പൈസമ്മ കയറി കുത്തിരുന്നുകാണ്ട് അഹങ്കരിക്കുന്ന ആൾക്കാരെ മനസ്സിലാക്കുന്നില്ല. അതാരും കയ്യിൽ അങ്ങനെ നിലനിൽക്കുന്നൊരു വസ്തു അല്ല ദുന്യാവ്. അതിലാരും വല്ലാതെ അഹങ്കരിക്കേണ്ട, അത് അഹങ്കരിക്കുന്നതിനൊരു അർത്ഥമല്ല. മറിച്ച് ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ അധ്വാനിക്കേണ്ടത് ജന്നാത്തുൽ ഫിർദൗസിന് വേണ്ടിയാണ്. ജന്നാത്തുൽ ഫിർദൗസിന് വേണ്ടിയിട്ട് നിങ്ങൾ അധ്വാനിക്കണമെങ്കിൽ ആദ്യം ജീവിതം തീർത്തും സത്യസന്ധാവണം. ജീവിതം
അത് ഹക്കിന് വേണ്ടിയുള്ളതാകണം. അങ്ങനെ ആവുമ്പോൾ ബാക്കിയുള്ളതിനൊന്നും വലിയ പ്രാധാന്യം ഉണ്ടാവില്ല. ബാക്കിയുള്ളത് വരാം, പോകാം, കിട്ടാം, കിട്ടാതിരിക്കാം. ബാക്കിയുള്ള ദുന്യാവൊക്കെ കിട്ടുമ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ സത്യത്തിന്റെ ആളാണ് എന്ന് പറയാൻ വരുന്ന അതൊന്നും അല്ല സത്യം. ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവല. മാത്രല്ല സ്വർഗത്തിന്റെ ജന്നാത്തുകളുടെ സ്വർഗീയ ആരാമങ്ങളുടെ അതിൽ തന്നെ ഫിർദൌസിന്റെ പ്രത്യേകത എന്താണ്? സ്വർഗത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ഖാലിദീന ഫീഹ. അതിലേക്ക് പ്രവേശനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുറത്തു പോകേണ്ടി വരില്ല. അവരതിൽ ശാശ്വതരാണ്. ലാ യബ്ഗൂന അൻഹാ ഹിവല. അതിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഒന്നിനി മാറണം, ഒരു മാറ്റം വേണം എന്ന് ഒരിക്കലും അവരാഗ്രഹിക്കില്ല. ലാ യബ്ഗൂൻ, അവര് തേടില്ല, അവരാഗ്രഹിക്കില്ല. അൻഹാ, ആ സ്വർഗത്തിൽ നിന്ന് ഹിവല, ഒരു തരത്തിലൊന്ന് മാറുക എന്നുള്ളത് അതവരാഗ്രഹിക്കൂല. അങ്ങനല്ല, ഇനി എന്ത് സുഖസൗകര്യങ്ങളാണെങ്കിലും കുറേ കാലം കഴിയുമ്പോൾ ഒരു മാറ്റം വേണം. അങ്ങനെ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കാത്ത, അങ്ങനെ മാറ്റം പോലും ആഗ്രഹിക്കാത്ത അത്ര വശ്യമനോഹരമായ, അതിനെക്കുറിച്ച് നമുക്ക് വാക്കുകളില്ല, ഒരു കണ്ണും കാണാത്ത, ഒരു ചെവിയും കേൾക്കാത്ത, ഒരു ഭാവനാ വിലാസത്തിലും ഇതുവരെ വിടർന്നിട്ടില്ലാത്ത ആ അനുഭൂതികളുടെയും സുഖങ്ങളുടെയും ഒരു ലോകം, അത് വേറൊരു ലോകമാണ്. അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊന്ന് മാറിപ്പോകാൻ ഒരിക്കലും അവരാഗ്രഹിക്കുകയില്ല. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി. പറയൂ, ലൗ കാനൽ ബഹർ, ഈ കാണുന്ന സാഗരങ്ങൾ, സമുദ്രങ്ങൾ അതായിത്തീർന്നു എന്ന് നിങ്ങൾ വെക്കുക. മിദാദൻ, മഷിയായി തീർന്നു. എന്തെഴുതാനുള്ള മഷിയാണ്? ലികലിമാതി റബ്ബി, എന്റെ റബ്ബിന്റെ വചനങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുതകല്ലിമാണ്. വചനം എന്ന് പറയുന്നത് അവന്റെ ഗുണവിശേഷണമാണ്. വചിക്കുക എന്നുള്ളത് അവന്റെ ദാത്തിയായ സുഫത്തിൽ തന്നെ പെട്ടതാണ്. അവന്റെ സത്താപരമായ ഒരു ഗുണമാണ് വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നത് അവൻ വചിക്കുന്നു, സംസാരിക്കുന്നു. ഉദ്ദേശിക്കുന്ന രൂപത്തിൽ സംസാരിക്കുന്നു, ഉദ്ദേശിക്കുന്നവരോട് സംസാരിക്കുന്നു. പക്ഷെ വചനം എന്ന് പറയുന്നത് അവന്റെ ദാത്തിയായ സിഫത്താണ്. ആ സിഫത്ത് പ്രകാരം അവൻ ഉദ്ദേശിക്കുന്നവരോട് അവൻ സംസാരിക്കുന്നു, ഉദ്ദേശിക്കുന്ന കാര്യം സംസാരിക്കുന്നു. ഖുർആൻ അവൻ സംസാരിച്ചിട്ടുള്ള അവന്റെ വചനമാണ്. ഖുർആനു കലാമുല്ലാഹ്. അവന്റെ വചനങ്ങളിൽ പലതുണ്ട്. കുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വചനമാണ്. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹുവിന്റെ കൽപ്പന, അവന്റെ കാര്യം, ഒരു കാര്യം ഉണ്ടാകണം, ഉണ്ടാക്കണം, സൃഷ്ടിക്കണം എന്നവൻ തീരുമാനിച്ചാൽ, ഉദ്ദേശിച്ചാൽ അവൻ കുൻ എന്ന് വചിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. കുൻ എന്നുള്ള ഒരു കലിമത്തുൽ ഖൽഖി വത്തക്വീൻ, സൃഷ്ടിപ്പിന്റെയും അതുപോലെ തന്നെ ഉൽപ്പത്തിയുടെയും സൃഷ്ടിപ്പിന്റെയും ഒക്കെ വചനമായിട്ടുള്ള കുൻ എന്നുള്ള വചനം അവൻ അത് വചിക്കുക മാത്രമേ ചെയ്യേണ്ടൂ. ഫയക്കൂൻ, അപ്പോൾ അവൻ ഉദ്ദേശിച്ച ആ കാര്യം അവിടെ ഉണ്ടായിക്കഴിഞ്ഞിരിക്കും. അവന്റെ വചനങ്ങൾ, അങ്ങനെ അവന്റെ വചനങ്ങൾ എന്തെല്ലാം വചനങ്ങളുണ്ട്. ഖുർആൻ അല്ലാഹുവിന്റെ വചനമാണ്. അതുപോലെ തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങൾ അമ്പിയാക്കന്മാർക്ക് അവൻ കൊടുത്തിട്ടുണ്ട്, അത് അവന്റെ വചനങ്ങളാണ്. അതുപോലെ തന്നെ അവന്റെ വചനങ്ങൾ വേറെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നബിമാരുടെ ജിഹ്വകളിലൂടെ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ലൗഹിലേക്ക് 360 നോട്ടം ഒരു ദിവസം നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ നോട്ടമനുസരിച്ച് അവൻ യഖ്ലുഖ് വയുഹ്യി വയുമീത് വയുഇസ് വയുസിൽ വയഫ്അലുല്ലാഹു മാ യശാ.
അതുപ്രകാരം അവൻ ജീവിപ്പിക്കുന്നു, അവൻ മരിപ്പിക്കുന്നു, അവൻ സൃഷ്ടിക്കുന്നു, അവൻ ചിലർക്ക് ഇജ്ജത്ത് കൊടുക്കുന്നു, അവൻ ചിലരെ നിന്ദിക്കുന്നു, അവൻ ഉദ്ദേശിച്ചത് അവൻ നടപ്പിലാക്കുന്നു. അവൻ എന്ത് ചെയ്യാണെങ്കിലും ഇന്നമ അംറുഹു ഇദാ അറാദ ശൈഅൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അവന്റെ വചനങ്ങൾ അതിനെ മറികടക്കാൻ ഒരുത്തനും കഴിയില്ല. ബർറുൻ വലാ ഫാജിർ, മോശപ്പെട്ടവർക്ക് കഴിയില്ല, അല്ലെങ്കിൽ നല്ലവർക്ക് കഴിയില്ല, പിശാചുക്കൾക്ക് കഴിയില്ല, ജിന്നിന് കഴിയില്ല, ഇബ്ലീസിന് കഴിയില്ല, അവന്റെ സന്തതി പരമ്പരകൾക്ക് കഴിയില്ല, ആകാശത്തിലുള്ളവർക്ക് കഴിയില്ല, ഭൂലോകത്തുള്ളവർക്ക് കഴിയില്ല. അവന്റെ വചനങ്ങൾ അത്ര ശക്തമാണ്. അവന്റെ വചനങ്ങൾ അത് തിട്ടപ്പെടുത്തുക നമുക്ക് സാധ്യമല്ല. അവന്റെ വചനങ്ങൾ എഴുതാൻ, അവന്റെ വചനങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടിയുള്ള മഷിയായി ഈ കാണുന്ന സാഗരങ്ങൾ, ഇക്കാണുന്ന സമുദ്രങ്ങൾ മുഴുവനും മഷിയാണെന്ന് കരുതുക. ലികലിമാതി റബ്ബി, എന്റെ റബ്ബിന്റെ വചനങ്ങൾ എഴുതാനുള്ള മഷിയാണ് എന്ന് നിങ്ങൾ കരുതുക. ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി, എങ്കിൽ ഈ സാഗരത്തെ മുഴുവനും മഷിയായിട്ട് അള്ളാന്റെ വചനങ്ങൾ, കലിമാത്തുകൾ രേഖപ്പെടുത്താൻ ഒരുങ്ങുകയാണെങ്കിൽ ആ സാഗരം മുഴുവനും തീർന്നു പോകും. നഫദ, ദാലിന് പുള്ളില്ലാതെയാണ് കേട്ടോ. പലപ്പോഴും പല ആളുകളും അത് പാരായണം ചെയ്യുമ്പോൾ ദാലിന് പുള്ളിയോട് കൂടിയിട്ട് ഓതുന്നു കേൾക്കാറുണ്ട്. ഒരു കോമൺ തെറ്റാണത്. ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി, എന്റെ റബ്ബിന്റെ വചനങ്ങൾ തീരുന്നതിന് മുമ്പ് ആ സമുദ്രത്തിലുള്ള വെള്ളം മുഴുവനും തീർന്നു പോകും. സമുദ്രത്തിലുള്ള മുഴുവൻ, സാഗരങ്ങളിലുള്ള മുഴുവൻ വെള്ളവും തീർന്നാലും എന്റെ റബ്ബിന്റെ വചനങ്ങൾ തീരില്ല. അത്രയേറെ വചനങ്ങൾ. അതുകൊണ്ട് അവന്റെ വചനത്തെ തിട്ടപ്പെടുത്താന്ന് വിചാരിക്കണ്ട. അവന്റെ ഒരു കാര്യവും നമുക്ക് തിട്ടപ്പെടുത്തുക സാധ്യമല്ല. ഇത്രത്തോളം അള്ളാന്റെ വചനത്തെക്കുറിച്ച് ഇങ്ങനെയും പറഞ്ഞിട്ട് അവസാനം നിങ്ങൾ നോക്കണം, അള്ളാന്റെ വചനം എന്ന് പറയുന്ന ആ വിശേഷണത്തെ തന്നെ നിഷേധിക്കുന്ന ആൾക്കാരുണ്ട്. മുഅ്തസിലികള്, അവർക്ക് മീതെ ജഹ്മികള്, അവർക്ക് മീതെ ഈ പറഞ്ഞിട്ടുള്ള ജാഹിദിന്റെ ആളുകള്, അങ്ങനെ എല്ലാ ആൾക്കാരും അവരെ നിഷേധിക്കുന്നവരാണ്. ഖുർആനെ അള്ളാന്റെ കലാമാണ് എന്ന് പറയാൻ നാവ് പൊങ്ങാത്തവരാണ്. അത് അള്ളാന്റെ സൃഷ്ടിയാണ് എന്ന് വെക്കുന്ന ആൾക്കാരാണ്. ഇതല്ല കാര്യം. അള്ളാഹുവിന്റെ വചനങ്ങൾ തിട്ടപ്പെടുത്തുക സാധ്യമല്ല, എഴുതി തീർക്കുക സാധ്യമല്ല. സാഗരങ്ങളായ സാഗരങ്ങളൊക്കെ മഷിയാക്കുകയും അതുകൊണ്ട് അള്ളാന്റെ വചനങ്ങൾ എഴുതാൻ തുടങ്ങുകയാണെങ്കിൽ അവന്റെ വചനങ്ങൾ തീരുന്നതിന് മുമ്പ് സാഗരങ്ങൾ തീരുകയല്ലാതെ അവന്റെ വചനങ്ങൾ തീർന്നു പോകുന്ന പ്രശ്നമില്ല. ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി. ഈ സാഗരം എന്റെ റബ്ബിന്റെ വചനങ്ങൾ എഴുതാനുള്ള മഷിയാണെന്നിരിക്കെ ആ സാഗരങ്ങൾ, ആ സമുദ്രങ്ങൾ മുഴുവനും തീർന്നു പോകും. എന്റെ റബ്ബിന്റെ വചനങ്ങൾ തീരുന്നതിന് മുമ്പ് സാഗരം മുഴുവനും തീർന്നു കഴിഞ്ഞാലും എന്റെ റബ്ബിന്റെ വചനങ്ങൾ തീരുകയില്ല. അത്രമേൽ വചനങ്ങൾ അള്ളാഹുവിനുള്ളതാണ്. വലൗ ജിഇനാ ബിമിസ്ലിഹി മദദ. ഇനി ഒന്നും കൂടിയല്ലേ നിങ്ങൾക്ക് കേൾക്കണ്ടു. വലൗ ജിഇന, നാം കൊണ്ടുവന്നു, ബിമിസ്ലിഹി, അതിന് തുല്യമായ അത്ര, ആ സാഗരങ്ങൾക്ക്, സമുദ്രങ്ങൾക്ക് സമാനമായ അത്ര വീണ്ടും മഷി വീണ്ടും അതിലേക്ക് കൊണ്ടുവന്നു. മദദ, അതിലേക്ക്, അതിനെ പ്രൊക്യൂർ ചെയ്തു. എഴുതാനുള്ള വചനങ്ങൾ, സമുദ്രം, ഈ കാണുന്ന സാഗരം, സമുദ്രം മുഴുവനും മഷിയാക്കി. അത്ര തന്നെ വേറെ അതിലേക്ക് പ്രൊക്യൂർ ചെയ്തു, അതിലേക്ക് കൂട്ടിച്ചേർത്തു, അതിനെ പോഷിപ്പിച്ചു കൊടുത്തു. എന്നാൽ അള്ളാന്റെ വചനങ്ങൾ എഴുതി തീർക്കാൻ കഴിയോ? ഇല്ല. അതാണ് എന്റെ റബ്ബ്, അതാണ് എന്റെ റബ്ബിന്റെ വചനങ്ങൾ. അവന്റെ വചനങ്ങൾ ഓരോന്നിനും അതിൻ്റെതായ സവിശേഷതകളുണ്ട്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലുള്ള ഓരോ സൂറത്തിനെ പറ്റിയിട്ടും ഫളായിലുകൾ നമ്മൾ കേൾക്കാറില്ലേ? എന്തെല്ലാം ശ്രേഷ്ഠതകളാണ്, ഫളായിലുകളാണ് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങളിൽ ഒരാൾക്ക് സുലുസുൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 പാരായണം ചെയ്യാൻ പ്രയാസമുള്ള ആരെങ്കിലും ഉണ്ടാകുമോ? ഓരോ ദിവസവും കിടക്കുന്നതിന് മുമ്പ് സുലുസുൽ ഖുർആൻ, ഖുർആന്റെ 1/3 ഓതിക്കൂടെ? അപ്പൊ അവരൊക്കെ ഇപ്പൊ കുറച്ചിങ്ങനെ എന്താണ് നബി ഉദ്ദേശിക്കുന്നത്? അപ്പോഴാണ്
റസൂലുള്ള പറഞ്ഞു കൊടുക്കുന്നത് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ തഅദിലു സുലുസൽ ഖുർആൻ, ഖുർആനിന്റെ 1/3 സമാണ്. ഫിൽ ജസാ ലാ ഫിൽ ഇജ്സാ എന്നും കൂടെ മനസ്സിലാക്കുക. അതിനുള്ള അള്ളാഹ് വെച്ചിരിക്കുന്ന പ്രതിഫലം അത്ര മഹത്തരമാണ്. എന്നാൽ ഇജ്സാഇനത് മതിയാവൂല. ഞാൻ ഖുർആന്റെ 1/3 ഓതാൻ വേണ്ടിയിട്ട് നേർച്ചയാക്കിയെന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാൻ വല്ല സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ 1/3 ഓതിയവനാവില്ല, മതിയാവില്ല. അത് വേറെ ഖുർആന്റെ 1/3 തന്നെ ഓതേണ്ടി വരും. ജസാഇന്റെ കാര്യത്തിൽ അള്ളാഹ് നമുക്ക് ചെയ്തു തരുന്ന അപാരമായ അനുഗ്രഹത്തിന്റെ ഭാഗം കൂടിയാണ്. മറിച്ച് സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ ഓതിയാൽ സുലുസുൽ ഖുർആൻ ഓതിയ പ്രതിഫലമാണ്, സുലുസുൽ ഖുർആൻ ഓതിയിട്ടുള്ള അതേ ഫضലാണ് നമുക്ക് ലഭിക്കാനിരിക്കുന്നത്. ഇങ്ങനെ ഓരോ സൂറത്തുകളെ കുറിച്ച്, ഓരോ വചനങ്ങളെക്കുറിച്ച്, അള്ളാന്റെ ഓരോ കലിമകളെക്കുറിച്ച്, ചിലപ്പോ ചില വചനങ്ങൾ ബിസ്മില്ലാഹ് ബിസ്മില്ലാഹ് എന്ന് നമ്മൾ ഉച്ചരിക്കുകയാണെങ്കിൽ അള്ളാന്റെ വചനാണ്. ആ വചനത്തിന്റെ പ്രത്യേകത അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ദോഷങ്ങളും തിന്മകളും ഒക്കെ വരികയാണ്, ആ സമയത്ത് അള്ളാന്റെ വചനങ്ങൾ കൊണ്ട് നമ്മൾ ഇസ്തിആദത്ത് നടത്തിയിട്ടുണ്ടെങ്കിൽ, കാവൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ കഴിയുന്ന ഒരുത്തനുമില്ല. കാര്യങ്ങളൊക്കെ ഹദീസിൽ വന്നിട്ടുള്ളതല്ലേ. അള്ളാന്റെ വചനത്തിന്റെ ശക്തി, അള്ളാന്റെ വചനത്തിന്റെ പെരുപ്പം, അള്ളാന്റെ വചനത്തിന്റെ മഹാത്മ്യം, അള്ളാന്റെ വചനത്തിന്റെ ഗാംഭീര്യം അതൊന്നും പറഞ്ഞാൽ തീരുന്ന ഒരു കാര്യമല്ല. അത് വേറൊരു വിഷയം തന്നെയാണ്. അത് ഇങ്ങനെ ഈ ആയത്ത് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇടക്ക് പറഞ്ഞു തീരാവുന്ന ഒരു കാര്യമല്ല. അത് വേറെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കുറച്ച് സ്വതന്ത്രമായി തന്നെ നമ്മൾ പഠിക്കേണ്ട, കേൾക്കേണ്ട, പറയേണ്ടതും കേൾക്കേണ്ടതും പഠിക്കേണ്ടതുമായ വിഷയമാണ് എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നു. ഖുൽ, നബിയെ പറയുക, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യൻ മാത്രമാണ്. അപ്പോ ജൈവികമായി എന്റെ പ്രത്യേകത ഞാൻ നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യൻ മാത്രമാണ്. യൂഹ ഇലയ്യ, പക്ഷെ എനിക്ക് വഹി ലഭിക്കുന്നു. ആത്മീയമായിട്ട് എനിക്ക് വേറെ പ്രത്യേകത ഉണ്ട്, നിങ്ങൾക്കാർക്കുമില്ലാത്ത, ഇനി ലോകത്തൊരാൾക്കും കിട്ടാത്ത ഒരു സവിശേഷത. ഇപ്പൊ നിങ്ങൾക്കാർക്കുമില്ല, ഇനി ലോകത്ത് ഖിയാമത്ത് നാൾ വരെ ഒരാൾക്ക് കിട്ടാനുമില്ലാത്ത. അതെന്താണ്? യൂഹ ഇലൈ, എനിക്ക് വഹി അള്ളാഹു നൽകുന്നു. ഈ ആയത്ത് വെച്ചിട്ട് ചിലപ്പോൾ ചിലരാണ്ട് കത്തിക്കേറി മുഹമ്മദ് നബി വെറും ഒരു സാധാരണ മനുഷ്യനാന്ന് പറഞ്ഞിട്ട് വില കെടുത്തുന്ന വിധത്തിൽ സംസാരിച്ചു പോകാറുണ്ട്. അത് യൂഹ ഇലയ്യ അതിൻ്റെതായ അർത്ഥത്തിൽ മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ മനസ്സിലായിട്ടും അത് മനസ്സിലാകാത്ത വിധം അഭിനയിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് ചില വിഡ്ഢികൾക്ക് സംഭവിച്ചു പോകുന്ന നാക്കിൻപിഴയായിട്ട് കൂട്ടിയാൽ മതി. മുഹമ്മദ് നബി ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് പറയുന്നതിന് അത് നമ്മൾ വിചാരിക്കുന്ന അർത്ഥത്തിലല്ല. അതിന്റെ അർത്ഥം ഇത്രയാണ്: നബിമാരും നബിമാരുടെ എതിരാളികളും, ഇങ്ങനെയാണല്ലോ സമൂഹം രണ്ടായിട്ടുള്ളത്. പ്രവാചകന്മാരും പ്രവാചകന്മാരുടെ എതിരാളികളും. അത് മുഹമ്മദ് നബി വന്നപ്പോൾ മുഹമ്മദ് നബിയും മുഹമ്മദ് നബിയുടെ എതിരാളികളും, മുഹമ്മദ് നബിക്ക് മുമ്പുള്ള നബിമാരും മുർസലീങ്ങളും ആണെങ്കിൽ അവരും അവരുടെ എതിരാളികളും, പ്രവാചകന്മാരും അവരുടെ എതിരാളികളും തമ്മിലുള്ള ഏറ്റവും വലിയ ഒരു സംവാദം, ഏറ്റവും വലിയൊരു തർക്കം, അള്ളാഹ് നിങ്ങളെ നബിയാക്കി അയച്ചിട്ടില്ല, അള്ളാഹു നിങ്ങളെ നബിയായി അയച്ചു എന്നത് നിങ്ങൾ പച്ചക്കള്ളമാണ് പറയണത്. അള്ളാഹ് അങ്ങനെ ഞങ്ങളെ നേർവഴി നടത്താൻ വേണ്ടിയിട്ടൊരു ദൂതനെ അയക്കുകയായിരുന്നുവെങ്കിൽ മലക്കിനെയാണ് അയക്കുക, അല്ലാണ്ട് മനുഷ്യനല്ല. ഇതാണ് വളരെ പ്രമാദമായ ഒരു തർക്കാണിത്. ഏതെങ്കിലും ഒരു നബിയും ആ നബിയുടെ എതിരാളിയും തമ്മിലല്ല. ലോകത്ത് മനുഷ്യരാശിയിൽ ഇന്നോളം വന്നു പോയിട്ടുള്ള പ്രവാചകന്മാരോടൊക്കെ അവരുടെ എതിരാളികൾ എതിർത്ത് തോൽപ്പിച്ച, അവരെ പ്രവാചകന്മാരോടൊക്കെ എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടി അവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു നോഷൻ ഇതാണ്: അള്ളാഹ് നിങ്ങളെ നബിയായി അയച്ചു എന്നത് കള്ളമാണ്. ഞങ്ങളെ നേർവഴി നടത്താൻ അള്ളാഹ് ദൂതനെ അയച്ചിരുന്നുവെങ്കിൽ, അള്ളാഹ് അങ്ങനെ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മലക്കർ റസൂല,
ഒരു മലക്കിനാണ് റസൂലായിട്ട് അള്ളാഹ് അയക്കുമായിരുന്നത്. ഇതെന്ത് നബി, ഞങ്ങളെപ്പോലത്തെ ഒരു നബി. മാലിഹാദർ റസൂലിയക്കുത്താമോയം ഷീഫിൽ അസ്വാഖ്, ഭക്ഷണം കഴിക്കും, ചായ കുടിക്കുന്നു, ചോറ് വയ്ക്കുന്നു, അങ്ങാടി പോകുന്നു, പിന്നെ കല്യാണം കഴിക്കുന്നു, ഭാര്യമാരുണ്ടാകുന്നു, കുട്ടികളുണ്ടാകുന്നു, വേറെ കുട്ടികളുണ്ടാകുന്നു. ഇതെന്ത് നബി? രോഗം വരുന്നു, സെഹർ ബാധിക്കുന്നു, രോഗം വരുന്നു, പലതും വരുന്നു, മറ്റു മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ ഇവർക്കും ഉണ്ടാകുന്നു. ഇതായിരുന്നു അവരുടെ ഒരു വാദം. ഇതാണ്. അപ്പൊ അത് പറഞ്ഞപ്പോ ഈ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. മുഹമ്മദ് നബി മനുഷ്യന്മാരിൽ നിന്നുള്ള തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു സാധാരണ മനുഷ്യനായിട്ടുള്ള നബിയാണ്, അല്ലാണ്ട് മലക്കായിട്ട് വന്ന നബി അല്ല. പക്ഷേ മനുഷ്യന്മാരിൽ നിന്നുള്ള ഒരു ദൂതനാണ് എന്ന് പറയുമ്പോ സാധാരണക്കാരനാണ് എന്ന് കരുതണ്ട. യൂഹയിലെ എനിക്ക് അല്ലാഹു വഹി നൽകുന്നു. രാവിലെകളിലും വൈകുന്നേരങ്ങളിലും ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാന്റെ അരികിൽ വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിന്റെ എല്ലാ രൂപവും മുഹമ്മദ് നബിക്ക് കൊടുത്തിരിക്കുന്നു. നബിക്ക് അല്ലാഹു നൽകിയിട്ടുള്ള വഹി 3 രൂപത്തിലുള്ള വഹയും നബിക്ക് അല്ലാഹു കൊടുത്തിട്ടുള്ളതാണ്. മുൻ കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാർക്ക് പറയപ്പെട്ടിട്ടുള്ള സവിശേഷതകളെല്ലാം മുഹമ്മദ് നബിക്ക് കൊടുത്തിട്ടുണ്ട്. ഇബ്രാഹിം നബിയെ ഖലീലാക്കിയിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് നബിയെയും ഖലീലാക്കിയിട്ടുണ്ട്. മൂസാ നബിയോട് അല്ലാഹു തക്ലീമ നടത്തി. വകല്ലമ അല്ലാഹു മൂസ തക്ലീമ, അല്ലാഹു മൂസാ നബിയോട് സംസാരിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബിയോട് അല്ലാഹു സംസാരിച്ചിട്ടുണ്ട്. ഇനി മുഹമ്മദ് നബിക്കല്ലാതെ വേറൊരാൾക്ക് ഇനി നുബുവത്ത് കിട്ടാനില്ല, ഇനി വഹി ലഭിക്കാനില്ല. നുബുവത്ത് അവസാനിച്ചിരിക്കുന്നു, റിസാലത്ത് അവസാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ മനുഷ്യനാണ്. അതേ സന്ദർഭത്തിൽ മനുഷ്യരിൽ ഒരാൾക്കുമില്ലാത്ത, ഇനി ഒരാൾക്കും ലഭിക്കാനില്ലാത്ത സവിശേഷത എനിക്കുണ്ട് എന്നത് അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ടതാണ്. യൂഹാ ഇലൈ, എനിക്ക് നൽകിയ വഹയ്, എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള മുഴുവൻ അമ്പിയ മുർസലീങ്ങൾക്കും നൽകിയ വഹയിന്റെ കാതലായ അംശം എന്താണ്? അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. അതല്ലേ പ്രാധാന്യം. നിങ്ങൾക്ക് ന്യായമായി ഇബാദത്ത് ചെയ്യാൻ തരപ്പെട്ടവൻ, നിങ്ങൾ ന്യായമായും ആരാധിക്കേണ്ടവൻ ഏകനായ ഒരു ഇലാഹു മാത്രമാണ്. അല്ലാഹ്, അവൻ മാത്രം. അവനാണ് ഈ പ്രപഞ്ചങ്ങളായ മുഴുവൻ പ്രപഞ്ചങ്ങളെയും സൃഷ്ടികളെ മുഴുവനും, സൃഷ്ടിപ്രപഞ്ചങ്ങളെ മുഴുവനും സൃഷ്ടിച്ചത്, ഉടമപ്പെടുത്തുന്നത്, നിയന്ത്രിക്കുന്നത്, പരിപാലിക്കുന്നത്, അവക്ക് വേണ്ട എല്ലാം നൽകുന്നത്. അതിനാൽ അവന് മാത്രമേ ന്യായമായി, ഹക്കായ നിലയിൽ, ന്യായമായ നിലയിൽ നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് എനിക്ക് നൽകിയ വഹയിൽ പ്രാധാന്യമുള്ളത്. അതിന്റെ കാതലായ അംശം ഇതാണ്. എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ മാനവരാശിയിൽ ഇതപര്യന്തം വന്നു പോയിട്ടുള്ള അമ്പിയ മുർസലീങ്ങൾക്കെല്ലാം അല്ലാഹു നൽകിയിട്ടുള്ള സന്ദേശത്തിന്റെ കാതൽ ഇതാണ്. ഇതിൽ നിന്നാണ് ജനങ്ങൾ ഏറ്റവും ആദ്യം വഴിതെറ്റിപ്പോകുന്നത്. ഇതിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്നത് കൊണ്ടാണ് അല്ലാഹു മനുഷ്യരെ 2 കക്ഷിയായി വേർതിരിച്ചത്. ഫരീഖും ഫിൽ ജന്നത്തി വ ഫരീഖും ഫിസ് സഈർ. ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും ഒരു വിഭാഗത്തെ നരകത്തിലേക്കും അല്ലാഹു അയച്ചിട്ടുള്ളത്. അതിനാൽ ഫമൻ കാന യർജു ലിഖാ റബ്ബി, അവസാനം ഒന്നേ പറയാനുള്ളൂ. മനുഷ്യരിൽപ്പെട്ട ആര് തന്നെയാണെങ്കിലും തന്റെ റബ്ബിനെ കണ്ടുമുട്ടണം എന്നവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഫമൻ, ഏതൊരുവൻ, കാന യർജു ലിഖാ റബ്ബിഹി, തന്റെ റബ്ബുമായി സമാഗമം നടത്തേണ്ടി വരും, സന്ധിക്കേണ്ടി വരും, കണ്ടുമുട്ടേണ്ടി വരും, അവനെ, അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഫൽയഅമൽ അമലൻ സ്വാലിഹൻ, അവൻ സുകൃതങ്ങൾ, സ്വാലിഹായ അമല് ചെയ്യട്ടെ. സ്വാലിഹായ അമല് വളരെ ലളിതമാണ്. അള്ളാഹുവിന് മാത്രമായി ചെയ്തത്, അള്ളാഹു നിർദ്ദേശിച്ച പ്രകാരം, അവന്റെ റസൂൽ പഠിപ്പിച്ച പ്രകാരം മാത്രമായി ചെയ്തത്. ഇതാണ് അൽ ഇഖ്ലാസ് വൽ മുത്താബഅ. ഇഖ്ലാസ്, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം. ഇത്ര കാലം ഇഖ്ലാസ് പറഞ്ഞിട്ടും പഠിപ്പിച്ചിട്ടും ഇപ്പോഴും ഇഖ്ലാസ് പറഞ്ഞ ആത്മാർത്ഥത പറഞ്ഞ ഒരു ആലുമരായിട്ട് നടക്കുകയാണ് നമ്മളെ ജനങ്ങൾ. അത് പഠിച്ചോലും പഠിക്കാത്തോലും ഒക്കെ തന്നെ. ഇഖ്ലാസ് പറഞ്ഞ ആത്മാർത്ഥതയെ അല്ല, അത് ഈ പദത്തിന് തുല്യാകൂല. ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ, ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ. മനുഷ്യനെ നിങ്ങൾ അല്ലാഹ് എന്തിനു വേണ്ടിയാണോ പഠിച്ചത് അത് ഇബാദത്ത് ചെയ്യാനാണ്.
ആ ഇബാദത്ത് വേറെ ആർക്കുമല്ല, അവന് മാത്രമേ ചെയ്യാൻ പറ്റൂ, വേറെ ആർക്കും കൊടുക്കാൻ പാടില്ലാത്തതാണ്. ഇങ്ങനെ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് കൊടുക്കണതിന്റെ പേരാണ് ഇഖ്ലാസ്. അല്ലാത്ത ആൽമരല്ല, അല്ലെങ്കിൽ പ്ലാവുമരല്ല, ഒരു തേങ്ങയല്ല. ഇപ്പോഴും സങ്കടം തോന്നും. പല ആൾക്കാരും ഇപ്പോഴും സംസാരിച്ചാലും എഴുതിയാലും പറഞ്ഞാലും ഇഖ്ലാസ് പറഞ്ഞാൽ ഈ ആൽമരത്തിന്റെ പിന്നാലെ പോണ കാണുമ്പോൾ സങ്കടം തോന്നാണ്. അള്ളാഹുവേ, നീ ഹിദായത്ത് കൊടുത്തവർക്കല്ലേ ഹിദായത്ത് കിട്ടുള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും തന്റെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഫല്യഅമൽ അമലൻ സ്വാലിഹ, അവന്റെ പ്രവർത്തനം സ്വാലിഹായ അമലാകണം, അള്ളാഹ്ക്ക് മാത്രം ചെയ്തിട്ടുള്ള ഇബാദത്താകണം. അത് അവന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുള്ള അതേ രൂപത്തിൽ തജ്രീദുൽ മുതാബഅത്തി ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അവൻ സ്വാലിഹത്ത് ചെയ്യട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, ഒന്നും കൂടി വ്യക്താക്കി തരാം. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവും ഉടമസ്ഥനും നിയന്താവും പരിപാലകനുമായ തന്റെ റബ്ബിന് ഇബാദത്ത് ചെയ്യുമ്പോൾ അതാർക്കും അതിൽ പങ്കു കൊടുക്കാൻ പാടില്ല. ഇബാദത്ത് അല്ലാഹ്ക്ക് മാത്രമായിരിക്കണം. അതവൻ പറഞ്ഞതുപോലെ മാത്രം, ഇതല്ലാതെ വേറെ കാര്യമില്ല. ഇതാണ് കാര്യത്തിലെ ഏറ്റവും വലിയ കാര്യം. സൂറത്തുൽ കഹ്ഫ് അവസാനിക്കുന്നത് വല്ലാത്തൊരായത്തോണ്ടാണ്. അത് വിശദീകരിച്ചാൽ 3 ദിവസം കുത്തിരുന്ന് നമ്മൾ പറഞ്ഞാലും തീരാത്ത വചനാണ്. അതാണ് വെറും 3 സെക്കൻഡ് കൊണ്ട് തീർത്തത്. അത് തീർത്തത് പറയാനില്ലാത്തതുകൊണ്ടല്ല, ബാക്കി നിങ്ങൾ ഓതാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഓരോ അക്ഷരം ഓതി അക്ഷരത്തിലൂടെ പോകുമ്പോൾ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ആ കാര്യം കിട്ടണം. ഇന്നമ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലൈ. എന്താണ് ആ വഹിയിൽ പ്രസക്തം? അതിന്റെ കാതൽ അന്നമ ഇലാഹുക്കും ഇലാഹും വാഹിദ്. ഇത് മനസ്സ് വെച്ചോളി. ഫമൻ കാന യർജു ലിഖാ റബ്ബി, റബ്ബുമായി ലിഖാ ഒഴിവാകാന്ന് കരുതണ്ട. എന്നാൽ റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാൾ ഫല്യഅമൽ അമലൻ സ്വാലിഹ, സ്വാലിഹായ അമല് എന്ന് പറഞ്ഞാല് അത് റെസീറ്റ് ഇങ്ങോട്ട് മുറിച്ചു തന്നാല് സ്വാലിഹായ അമലാവെന്ന് കരുതണ്ട. ചിലർക്ക് റെസീറ്റിന് കിട്ടിയാൽ സ്വാലിഹായ അമലായി. അതല്ല, സ്വാലിഹായ അമല് എന്ന് പറഞ്ഞാൽ അൽ ഇഖ്ലാസു വൽ മുതാബഅ, ഇത് രണ്ടുള്ളതാണ്. അതിന് ഇഖ്ലാസ് അറിയണ്ടേ? എപ്പോഴും ആൽമരം നിറഞ്ഞ് നടക്കുമ്പോൾ സങ്കടം തോന്നാണ് ആൾക്കാരെ കാര്യം. ഇഖ്ലാസും മുതാബഅത്തുള്ള അമൽ അവൻ ചെയ്യട്ടെ. ഒന്നും കൂടി വ്യക്താക്കാം, വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, തന്റെ റബ്ബിനുള്ള ഇബാദത്തിൽ ആരെയും പങ്കു ചേർക്കരുത്. ഇബാദത്തിന്റെ ഒരു അംശം ആർക്കും കൊടുക്കരുത്. ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രമാക്കുക, ഇബാദത്ത് അള്ളാഹ് പറഞ്ഞ രൂപത്തിൽ മാത്രമാക്കുക. ഈ 2 പോയിന്റിൽ നമ്മൾ ഉറച്ചു നിന്നിരുന്നുവെങ്കിൽ അള്ളാഹ് നമ്മളെവിടെയോ എത്തിക്കുമായിരുന്നു. ഒരു കൊറോണയും നമ്മളെ ബാധിക്കണം, പേടിയങ്ങൾ പേടിക്കണ്ട. അത് കൊറോണക്കുള്ള കാര്യമല്ല പറയേണ്ടത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ വലിയ കാര്യം ഇതാണ്. വലുതിൽ വലിയ കാര്യം ഇതാണ്. അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുക, അത് വേറെ ആർക്കും പങ്കു കൊടുക്കാതിരിക്കുക. അതിൽ നിന്ന് അള്ളാഹ്ക്കുള്ള ഇബാദത്ത് ചെയ്യുന്നത് അള്ളാഹുവിന്റെ റസൂൽ മുഖേന നമ്മൾ അറിയിച്ച രൂപത്തിൽ മാത്രമായിരിക്കും, വേറെ രൂപത്തിൽ നമ്മളായിട്ട് ആലോചിച്ചുണ്ടാക്കാതൊക്കെ. ഇത് കഴിഞ്ഞു. ബാക്കിയുള്ള എല്ലാം ഈ 2 പോയിന്റിൽ അള്ളാഹ് എന്നെ നിങ്ങളെയും ഒരുമിച്ച് കൂട്ടട്ടെ. എങ്കിൽ നമ്മൾ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ കയറാൻ അള്ളാഹ് നമ്മളെ യോഗ്യരാക്കും. അതിനു വേണ്ടിയിട്ട് പണിയെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ എല്ലാ കാര്യങ്ങളും കേൾക്കുന്നവനാണ്, അറിയുന്നവനാണ്, നമ്മുടെ മനസ്സറിയുന്നവനാണ്. അവൻ നമ്മുടെ മനസ്സ് അതിന്റെ എല്ലാവിധ കെടുതികളിൽ നിന്നും മനസ്സിനെ ശുദ്ധീകരിച്ച് അവന്റെ ഖുർആൻ ഇറങ്ങിയ ഈ മാസത്തിൽ ഖുർആൻ പഠിക്കാൻ, വായിക്കാൻ, പഠിക്കാൻ, അമല് ചെയ്യാൻ, അത് ജീവിതമാക്കാൻ തൗഫീഖ് നൽകുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.